ഇന്നത്തെ അനുഗ്രഹ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ഉറപ്പും ധൈര്യവും ഉള്ളവനായി ഇരിക്കുക. ഈ വചനത്തിൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ യോശുവ മാത്രമായി ലീഡ് ചെയ്യുന്ന ഒരു ഷൂവിലാണ് ജോഷുവ ഉള്ളത്. സോ ജോഷുവയ്ക്ക് ഇപ്പോ എന്ത് ചെയ്യണമെങ്കിലും ദൈവത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ജനങ്ങൾ എന്ത് കാര്യങ്ങൾ വന്ന് ചോദിച്ചാലും അതിന് ഉത്തരം പറയേണ്ട ഒരു പൊസിഷനിലാണ് ജോഷുവ. ഈ സമയത്താണ് യഹോവ ജോഷുവരോട് പറയുന്നത്, ധൈര്യവും ഉറപ്പുമുള്ളവനായി ഇരിക്കുക എന്ന്. സോ നമ്മുടെ സ്ഥിതിയും ഏകദേശം നമ്മുടെ ഓരോരുത്തരുടെ സ്ഥിതിയും ഇങ്ങനെയാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ ചാലഞ്ചുകളുടെയും, അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന ഓഫീസുകളിലുള്ള ചാലഞ്ചസ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വിധമായ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെ പല ചാലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട്. സോ ഇതിനെല്ലാം തന്നെ നമ്മൾ നടത്തിക്കൊണ്ടു പോകേണ്ട ഒരു പൊസിഷനിലാണ്. നമുക്ക് പല റോളുകളുണ്ട്, സഭയിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, വ്യക്തിപരമായ പല റോളുകളുണ്ട്. ഇങ്ങനെ പല ഒരു ഒരു മെയിൻ പൊസിഷനിലാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ഉറപ്പുള്ളവനായി ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ റെഡിയാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ ഷേക്ക് ആകേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായി ഇരിക്കുക എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. യോശുവയോട് പറഞ്ഞത് ദൈവം ഇന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക. ഏത് സന്ദർഭത്തിലും ഞാൻ എന്ത് ചെയ്യണമെന്ന് പേടിക്കുകയല്ല, ദുഃഖിക്കുകയല്ല, കവിഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പോടെ നമ്മൾ ധൈര്യത്തോടെ ഇരിക്കാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. സോ ഇന്നത്തെ ദിവസം അനുഗ്രഹമായ ദിവസമായിരിക്കട്ടെ. ഉറപ്പും ധൈര്യവുമായി ഇരിക്കാൻ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ജയം കിട്ടട്ടെ.